ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്. തിരൂർ IHT കോളേജിൽ ലഹരി വിരുദ്ധ കിക്ക് ഓഫ് മത്സരം സംഘടിപ്പിച്ചു. ഫുട്ബോൾ ആവേശം, ലഹരിമുക്തം യുവത്വം എന്ന സന്ദേശവുമായി റോട്ടോണിക്സ് പഠന കേന്ദ്രമായ IHT കോളേജ്, വോയ്സ്ക ഇന്റർനാഷണൽ, JCI തിരൂർ, മൈ ഒമേഗ ഇന്നർവേസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ഫുട്ബോൾ കിക്ക് ഓഫ് മത്സരം സംഘടിപ്പിച്ചു. IHT പോലീസ് ലൈൻ ക്യാമ്പസിൽ നടന്ന പരിപാടി ഏറെ ആവേശകരമായി. ചടങ്ങിൽ IHT കോളേജ് പ്രിൻസിപ്പൽ K. അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ സ്വാഗതം ആശംസിച്ചു. തിരൂർ ജോയിന്റ് RTO അനസ് മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ വിപത്തുകൾക്കെതിരെ കായികത്തിലൂടെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ വ്യക്തമാക്കി. മൈ ഒമേഗ ഇന്നർവേസ് ഡയറക്ടർ ബാസിൽ, ബ്ലോഗർ മുഹമ്മദ് റൌഫ്, മുനീർ, മറ്റ് ഒമേഗ പ്രതിനിധികൾ, കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലഹരിക്കെതിരെ കായികപരമായ ചെറുത്തുനിൽപ്പിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഇത്തരം പരിപാടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രിയങ്ക K, നിമ്മി PU, അശ്വതി T, ഫെമിന NP, വൃന്ദ V, രഞ്ജന P, റാനിയ P, ശ്രുതിലയ KP, ഫാത്തിമ ഫഹ്മ P, സ്നേഹ T എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ തിരൂരത്തെ അംഗീകൃത പഠന കേന്ദ്രമായ IHT കോളേജും, നമുക്കറിയാം ലോകമെമ്പാടുമുള്ള ഒരു ബ്രാൻഡാണ് മൈ ഒമേഗ എന്ന് പറയുന്നത്. ഇന്നർവേസ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക്. മൈ ഒമേഗ എന്ന് പറയുന്ന വേൾഡ്, അതിൻ്റെ അവരുമായി ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്നൊരു കിക്ക് ഓഫ് പ്രോഗ്രാം ചെയ്യുന്നത്. റഹ്മാനാജിയാണ്, അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡയറക്ടറായിട്ടുള്ള ബാസിൽ സാർ എത്തിയിട്ടുണ്ട്, വളരെ സന്തോഷപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ഏത് പ്രോഗ്രാമുമായിട്ട് നമ്മുമായി അസോസിയേറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത ക്ലബ്ബുകളാണ്. അതേപോലെ തന്നെ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിലെ തിരൂരിലെ പ്രസിഡന്റായിട്ടുള്ള അഷ്റഫ് ചേളാട് ആഘോഷിക്കുന്ന, അതായത് ഓരോ ടീമിനു വേണ്ടി ആഹ്ലാദിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കൊണ്ടു, അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. പിന്നെ ഇതിനൊരു മെസ്സേജ് ഉണ്ട്. ലഹരിക്കെതിരെയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ. ഞാനതിനെ അത് വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്ലാസ്സുകളിലും ടീച്ചേഴ്സ് പറയുന്ന ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ ഒരു ഉറക്കത്തിൻ്റെ മൂഡിലാണെന്നാണ്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഈ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ ഉറക്കത്തിൻ്റെ മൂഡിലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളറകളിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ മോശമായ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മറുപടിയാണ് കിട്ടുന്നത്. ഈ സ്ഥാപനത്തിനെ പറ്റിയല്ല പറയുന്നത്, പൊതുവെയുള്ള വിദ്യാഭ്യാസ സംസ്കാരത്തിൽ ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ ആക്റ്റീവ് അല്ല. പുതിയ സ്മാർട്ടായിട്ടുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ഇങ്ങനൊരു പ്രോഗ്രാം എൻ്റെ മാനേജ്മെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആൺകുട്ടികളാണ് കൂടുതലുള്ളത്, പെൺകുട്ടികളാണ്. അപ്പം ഈ ക്യാഷ് പ്രൈസ് നേരത്തെ സാർ പറഞ്ഞ പോലെ എല്ലാവരും അതിൻ്റെ ആവേശത്തിലാണ് തോന്നുന്നത്. ഇനി ഇന്ന് കൊടുന്ന ക്യാഷ് കംപ്ലീറ്റ് തീരുമോ എന്നുള്ള പേടിയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ലഹരി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. അപ്പം അതിനൊരു മെസ്സേജും കൂടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഇനി പല വേൾഡ് കപ്പുകളും വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ഇതുപോലെ യുവാക്കള് ഫുട്ബോൾ എത്തട്ടെ. നമുക്കറിയാം തിരൂരുമായിട്ട് ഒരു ഒത്തിരി വർഷങ്ങളായിട്ട് ബന്ധമുള്ള ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ ഞാൻ ഓഫീസിൽ നിന്നിപ്പോൾ വളരെയധികം തിരക്കാണ്. പക്ഷെ ഞാൻ വിളിച്ചിരുന്നു. എന്നാലും തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജനങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ നാടുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് അത് വളരെയധികം എനിക്ക് എടുത്തു കാണാൻ പറ്റും. കാരണം അദ്ദേഹം പിന്നെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയപ്പോഴും അദ്ദേഹത്തിനെ സമീപിച്ചുകൊണ്ട് ഓരോ ആളുകൾ വരുമ്പോഴേ അവിടുന്ന് നിന്നുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ അതൊക്കെ നമ്മളെ തിരൂർക്കാരെന്നെ സംബന്ധിച്ചിട്ട് വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അങ്ങനത്തെ ഒരു ഓഫീസറെ കാണാൻ വളരെ കുറവായിരിക്കും. അദ്ദേഹം ആ റോഡിൽ നിന്നുകൊണ്ടാണ് അവരെ കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തുകൊണ്ട് ഒരാൾ ഒരു നിമിഷം പോലും അവിടെ അവരെ വെയിറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പോഴപ്പോഴാ ഒഴിവാക്കുക, അല്ലെങ്കിൽ അവർ തെറ്റ് പറയുന്നോ ഞാൻ പോയിട്ട് വരാം അല്ല, അതല്ല അദ്ദേഹം അയാളെ സമീപിക്കുന്ന അത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓഫീസറെ തന്നെയാണ്. ഞങ്ങൾ വളരെയധികം ഞങ്ങൾ സന്തോഷിക്കുകയാണ് സാറേ ഈ പ്രോഗ്രാമിനോട്. സാറിന് സമൂഹത്തിന് നല്ല രീതിയിൽ പ്രോഗ്രാം, വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങളെല്ലാം സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ഈ നമ്മൾ IHT കമ്പ്യൂട്ടർ കോളേജ് ചെയ്യുന്നുണ്ട്. സമൂഹത്തിന് നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല.
ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മീഡിയ ന്യൂസ് തിരൂർ.